പ്രവാസി പെൻഷൻ, അതും ഈ സർക്കാർ വന്ന ശേഷം മുടങ്ങിയിരിക്കുകയാണ്. ആ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. നമ്മുടെ ലോകമാകെ ലോക ഫുട്ബോൾ ഹരത്തിലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ലോകകപ്പ് മത്സരം കാണുന്നവരാണ്. ഇപ്പോൾ ഏർപ്പെടുത്തുന്ന വൈദ്യുതി നിയന്ത്രണം വലിയ തോതിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തില് മുൻ സർക്കാർ പറയുന്നത് നമ്മുടെ SSKയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അതിൽ ഒപ്പുവെച്ചത്, പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ നമ്മൾ കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ അങ്ങനെ ചെയ്യുന്നത്? കേന്ദ്രത്തെ കബളിപ്പിക്കലല്ല, നമ്മുടെ നിലപാട് വ്യക്തമാണല്ലോ. ഞങ്ങളുടെ നിലപാട് പ്രത്യേകിച്ചും വ്യക്തമാണല്ലോ. കാരണം ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ പാഠഭാഗങ്ങൾ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് വ്യക്തമായ ധാരണയുണ്ടല്ലോ, നിർദ്ദേശങ്ങളും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി അവർ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഇത് പഴയ LDF സർക്കാരിൻ്റെ കാലത്താണ്. ആ ഭാഗങ്ങൾ അതേപോലെ പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ നയങ്ങളോട് തീർത്തും വ്യത്യസ്തമായ നിലപാട് നേരത്തെ മുതൽ തന്നെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ആ നയം നടപ്പാക്കാൻ നമ്മളില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഫണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം ചെലവിടേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് ആ ചെലവിടുന്നതിനുള്ള ഫണ്ട് വേണമായിരുന്നു. അതിനുള്ള നടപടി എന്ന നിലക്കാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആ നടപടിയിലേക്ക് നീങ്ങിയത്. പക്ഷേ LDF അത് അത്തരമൊരു നടപടിയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതില്ല എന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിക്കാൻ നിലയെടുത്തത്. മരവിപ്പിച്ചതിന് ശേഷം പിന്നെ അനങ്ങിയില്ലല്ലോ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യവും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ മരവിപ്പിച്ചതിന് ശേഷം PM ശ്രീ പദ്ധതി എന്നത് ഇവിടെ കേരളത്തിൽ നടപ്പാകാത്ത അവസ്ഥ തന്നെയാണ്. നേരത്തെയുള്ള അതേ നിലയിൽ തന്നെ കിടക്കുകയാണ്. നേരത്തെയും ഈ ധാരണാപത്രം ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഒപ്പിട്ടാൽ ഫണ്ട് തരാമെന്ന് പറയുന്നു, നമ്മൾ ഫണ്ടിന് വേണ്ടി ഒപ്പിടുന്നു. പക്ഷേ പദ്ധതി നടപ്പാക്കാനാണല്ലോ കേന്ദ്രം ഇത് ഒപ്പിടാൻ പറയുന്നത്. അപ്പോൾ ഫണ്ട് കിട്ടിയ ശേഷം നമ്മൾ നടപ്പാക്കില്ല എന്ന് തീരുമാനിക്കും. അപ്പോൾ അതൊരു കബളിപ്പിക്കലല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? PM ശ്രീ പദ്ധതിയിലൂടെ അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ രംഗത്തൂടെ നടപ്പാക്കലാണ്. അത് നടപ്പാക്കാൻ നമ്മളില്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ആകെ നടപ്പാക്കിയ കാര്യമാണ്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016 LDF സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയതാണല്ലോ. അതിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകൾ വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ പോലെയല്ല നമ്മുടെ സ്കൂളുകൾ. ഈ PM ശ്രീയുടെ ഭാഗമായി നന്നാക്കണമെന്ന് പറയുന്ന സ്കൂളുകളുടെ നില നോക്കിയാൽ നമ്മുടെ വിദ്യാലയങ്ങൾ പലതും നന്നായി കിടക്കുകയാണ്. അതൊരു വസ്തുതയല്ലേ? ആ ഭാഗവും നമ്മൾ കാണണ്ടേ? പക്ഷേ PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു വിഷമവും വരാനില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. PM ശ്രീയുടെ ഭാഗമായുള്ള ഫണ്ട് ഇവിടെ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് ഒരു പ്രോബ്ലം ഏൽക്കില്ല. പക്ഷേ SSKയുടെ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയ തോതിൽ പ്രയാസം ഉണ്ടാവും. ഇതാണ് അന്നേ ഞങ്ങൾ പറഞ്ഞ കാര്യം. അതാണ് കാണേണ്ടത്. മന്ത്രിസഭാ ഉപസമിതി ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ പഠിക്കുമെന്നല്ലേ പറഞ്ഞത്? അത് നടപ്പാക്കേണ്ട വിശദാംശങ്ങളല്ലേ, അതിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെ പോയിട്ടില്ല. മാത്രമല്ല, ഒരു ഇളവ് തേടാൻ പോലും അന്നത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറണമെങ്കിൽ ആ തീരുമാനമെടുക്കേണ്ടത് മാനദണ്ഡപ്രകാരം കേന്ദ്ര സർക്കാരാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇളവുകൾ തേടി അത്തരം ഒരു തുടർ ചർച്ചയ്ക്ക് വേണമെങ്കിൽ സംസ്ഥാനത്തിന് ശ്രമിക്കാം. ഇതൊന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ UDF. അതല്ലേ ഞാൻ പറഞ്ഞത്, അതൊക്കെ വിദണ്ഡവാദങ്ങളാണ്.
നമ്മുടെ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഏത് ഘട്ടത്തിലും ആ സർക്കാർ നടപ്പാക്കാതിരിക്കാം. ഇവിടെ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടന്നിട്ടില്ല. PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഇവിടെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ PMC പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഇനി പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് ഇപ്പോൾ UDF ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ നിർദ്ദേശങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? PMC പദ്ധതി നടപ്പാക്കാൻ തയ്യാറില്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാതിരുന്നാൽ പോരെ? ഞങ്ങൾ നിർദ്ദേശം തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൻ്റെത്. അതൊരു അനുഭവമല്ലേ രാജ്യത്തിന് മുന്നിലുള്ളത്? നടപ്പാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെ ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന നിലപാടെടുത്തതല്ലേ? അതാണ് കാണുന്നത്. ലീഗൽ ഫൈറ്റിന് പോകുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു കുറുക്ക് വഴി തേടി എന്നുള്ളതാണ് ഒരു ആരോപണം. അതായത് പല കോടതികളെ സമീപിക്കും, മുംബൈയും കേരളം സമീപിച്ചിട്ടുണ്ടല്ലോ. അതായത് കേരളത്തിൽ കിട്ടേണ്ട ഫണ്ടുകൾക്ക് വേണ്ടി കേരളം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ SSK ഫണ്ടാണെങ്കിലും നമ്മൾ മറ്റ് അല്ല, അതുകൊണ്ടല്ലാലോ ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഇവർ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വിരുദ്ധമായി എന്തുകൊണ്ട് പോകുന്നു? അതല്ലേ നോക്കേണ്ടത്. എന്തിനാണ് ഇത് നടപ്പാക്കണമെന്ന് അവർക്ക് ഇത്ര നിർബന്ധം? പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് വ്യക്തമായി ഏതാണ് SSK ഫണ്ടിനാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ? എന്തിനാണ് PMC എന്ന കുറിപ്പ്? അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പം PMC പദ്ധതി നടപ്പാക്കാൻ ഇത്ര ധൃതിപ്പെടുന്നത്? PMC പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ഇപ്പൊ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടപ്പാകൂ. എന്തിനാണ് അതിന് പോകുന്നത്? ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ പോരെ? PMC പദ്ധതി നടപ്പാകില്ലാലോ. ഇപ്പൊ ഉള്ളെടുത്ത് കടന്നാൽ PMC പദ്ധതി നടപ്പാകില്ലാലോ. എന്തിനാണ് PMC പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നത്? നിങ്ങൾ അതിനെ ശക്തമായി എതിർത്തതല്ലേ? MOU ഒപ്പിട്ടത് കേരളമാണ്. അപ്പം MOU ഒപ്പിട്ട ശേഷം നമ്മളിപ്പോൾ പറയുന്ന LDF ഇപ്പോഴത്തെ വാദം MOU റദ്ദാക്കി ധാരണാപത്രത്തെ പിന്മാറി, അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ആ MOU തന്നെ പറയുന്നത് ഇതിന് പിന്മാറാനുള്ള റൈറ്റ് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റിന് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പിന്മാറി എന്ന് പറയുന്നത് ടെക്നിക്കലി പിന്മാറി എന്ന് പറഞ്ഞാൽ പോലും അത് ആ പ്രൊസീജിയർ ഇവിടെ കിടക്കുകയാണ്. അതാണ് UDF പറയുന്നത്. എന്നാൽ 2025 മുതലൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ അന്ന് ചെയ്തത് സതുദ്ദേശത്തോടെയാണ്. ആ സതുദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അത് മരവിപ്പിച്ചത്. ആ മരവിപ്പിച്ച കാര്യം അവിടെ കിടക്കുകയാണ്. ഞങ്ങളായിരുന്നു വീണ്ടും അധികാരത്തിൽ വന്നെങ്കിൽ ആ മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കും. അതിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പ്രശ്നം ഞങ്ങളുടെ ഭാഗത്തിനില്ല. നിങ്ങളെന്തിനാണ് പുതിയ നിർദ്ദേശത്തെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നത്? എന്തിനാണ് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുന്നത്? അപ്പോൾ മാത്രമേ നടപ്പാക്കാനാവൂ. ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, അവരാണ് അതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ തിരുത്താനുള്ള ഉത്തരവാദിത്വത്തേക്ക് ലീഗിലില്ലേ? ലീഗിന്റെ മന്ത്രി മുഖേനയല്ലേ നടപ്പാക്കാൻ തന്നെ നോക്കുന്നത്. ലീഗിന്റെ മന്ത്രിയാണല്ലോ പൊതുവിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ PMC ഒക്കെ വരുന്നത്. ആ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുഖേനയാണല്ലോ ഇത് നടപ്പാക്കാൻ നോക്കുന്നത്. ആ കാര്യങ്ങൾ അവർ പറയേണ്ടതാണ്. അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞവർ എങ്ങനെയാണ് ഇപ്പോൾ നടപ്പാക്കുന്നതിന്റെ ചുക്കാൻ പിടിക്കുന്നത് എന്താണ് അവരാലോചിക്കേണ്ടത്. ബന്ധപ്പെട്ട വാദം CPI ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് BJP-യുമായി അന്തർധാര ഉണ്ടാക്കിയത് UDF-ന്റെ പ്രചാരകരേക്ക് സഹായകമായ ഒന്നായി. ഇക്കാര്യത്തിൽ ശരിയായ ചർച്ച നടത്തി കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ വന്ന പോരായ്മകൾ ഇത്തരമൊരു പ്രശ്നം രൂപപ്പെടുത്തുന്നതിനിടയാക്കി. ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. കുറച്ച് വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന് വേറെ കഴിയൊന്നും കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? ആ കാര്യം മാത്രം നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. അത് ദേശം വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക്. അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരെ വിഷമാണ് ഞാൻ പറഞ്ഞത്. അവർക്കുള്ള വിഷമം നിങ്ങൾക്കുള്ള വിഷമാണെങ്കിൽ നിങ്ങൾക്കും ബാധകം തന്നെ.